ഈ ഓരോ വിഷയങ്ങളുടെയും വസ്തുത എന്ന് പറയുന്നത് അതൊരു ലിമിറ്റഡ് സർക്കിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ആ അറിയാവുന്നവർ പോലും ചിലപ്പോൾ അതങ്ങനെ ഒരു വർദ്ധിത വീര്യത്തോടെയോ വേഗത്തോടെയോ എങ്ങും പങ്കുവെക്കുകയൊന്നുമില്ല. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യാജ അപവാദ കളങ്കിത പിന്നെന്താ അത്തരത്തിലുള്ള ചില കഥകളൊക്കെ ആണെങ്കിൽ അത് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെടും, ഒരുപാട് ചർച്ച ചെയ്യും. ഇത് പലപ്പോഴും മാറി മാറി വരുന്ന രാഷ്ട്രീയ കാലാവസ്ഥകളിൽ പലതിനോടും ചേർത്ത് വെച്ച് കേട്ടിട്ടുള്ളതാണ്. ഒരു കാലത്ത് കേരളത്തിൽ വ്യാപകമായി സഖാവ് പിണറായി വിജയൻ്റെ വീട് എന്ന പേരിൽ ഒരു വീട്, അതിൻ്റെ ഒരു ചിത്രം വ്യാപകമായി പ്രചരിച്ചിരുന്നു. അദ്ദേഹവും ആ വീടുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ അത് പ്രചരിപ്പിച്ചവർക്കറിയാം, കാണുന്നവർക്ക് അതൊരു സന്തോഷകരമായ സംഗതിയായി അതങ്ങനെ കത്തി പൊയ്ക്കൊള്ളുമെന്ന്. അങ്ങനെ കത്തിച്ച് അങ്ങ് വിടുക. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ PK ശ്രീമതി ടീച്ചർ ഒരു പത്രസമ്മേളനത്തിൽ കരഞ്ഞത്. എന്താ സംഗതി? സത്യത്തിൽ കരഞ്ഞു പോവില്ലേ? രാഷ്ട്രീയമായി അവരെ എതിർക്കാം, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ പറയാം എന്നുള്ളതിനപ്പുറത്ത് അവർ വേറെ ഏതോ ഒരു MLA ഭാര്യയാണെന്നോ മറ്റോ പറഞ്ഞ് വ്യാജ പേരിൽ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് എന്നാണ് ചില യൂട്യൂബർമാർ തട്ടിവിട്ടത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ പറയുന്ന വികാരഭരിതരെല്ലാവരും കൂടി, അനുകൂല വികാരഭരിതരും പ്രതികൂല വികാരഭരിതരും എല്ലാവരും കൂടി ചേർന്ന് അതിനെ കത്തിച്ച് റെഡിയാക്കി അന്തരീക്ഷം നിർത്തി. അത് മറുപടി പറഞ്ഞപ്പോഴാണ് അവർ കരഞ്ഞു പോയത്. കാരണം ദീർഘനാൾ MLA മന്ത്രിയോ ഒക്കെ ആയിരുന്ന അവരുടെയൊക്കെ ജീവിതവുമായി ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ചിലതൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. പക്ഷേ അതിന് നട്ടാൽ കുരുക്കാത്ത നുണകൾ ഏതെങ്കിലും പ്രതലത്തിൽ പറയുക, എഴുതുക, അതിന് വലിയ പ്രചാരം നേടുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഉള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ മലബാർ സൈഡിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെയോ എന്ത് നടന്നാലും അതിലൊന്നെങ്കിൽ മുസ്ലിം ലീഗ്, അങ്ങനെ അതിൽ തന്നെ പിന്നെ അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി, അത് മറ്റേയാളുടെ ബിനാമി, ഇത് മറ്റേയാളുടെ ബിനാമി, അവിടെ പൊട്ടി ഇവിടെ പൊട്ടി. ഇപ്പോൾ പാണക്കാട് മറ്റോ അവിടെ തന്നെ മണ്ണിടിച്ചിലുണ്ടായി, എന്തോ പ്രശ്നമുണ്ടായി. അപ്പോൾ അതിൽ ഈ പറഞ്ഞു പോകുന്ന മൊത്തം അതെല്ലാം മറ്റേയാളുടെ മറ്റവരുടെ എന്ന് പറഞ്ഞാണ് പറഞ്ഞു പോകുന്നത്. ഇന്ന് അതിനെ സംബന്ധിച്ച് മിനിസ്റ്റർ പ്രതികരിച്ച ഒരു ക്ലിപ്പൊന്ന് കേൾക്കാം. പെട്രോൾ പമ്പിന്റെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ അനധികൃതമായിട്ട് പാറ പൊട്ടിച്ചിരുന്നതായിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ നാട്ടുകാരല്ല, ഞാൻ തന്നെ പൊട്ടിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ അറിയുന്നത്. ഇവരൊക്കെ സാക്ഷിയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അയൽവാസികൾ, ഈ നാട്ടുകാർ മുഴുവൻ സാക്ഷിയാണ്. എന്താണ് പൊട്ടുന്നതെന്ന് ഞാൻ ചോദിച്ച് ഉടനെ എൻ്റെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പോയി നോക്കി അവരെ കൊണ്ട് നിർത്തിച്ചു. മനസ്സിലായില്ലേ? യഥാർത്ഥ വിവരം അയൽവാസികളൊക്കെ ചോദിച്ചാൽ പറയും. പോയി അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഇനി പിന്നെ പോട്ടേന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പറ്റി ഇനി പൊട്ടിച്ചാൽ പിന്നെ കേസെടുക്കും എന്ന് എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോയി പറഞ്ഞു. അല്ല, റോഡ് തുറന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എത്രത്തോളം സേഫാണ് കളക്ടറും SP-യും അതുപോലെ തന്നെ ജിയോളജിയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടല്ലോ. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അഡ്വൈസ് പ്രകാരം ചെയ്യേണ്ട കാര്യമാണ്. അത് വൈകൂല. ഇന്നിപ്പോൾ വലിയ മഴയുടെ വാണിയുള്ളതല്ലേ, അതൊന്ന് നോക്കേണ്ടി വരും. അത് നോക്കി പിന്നെ മഴ മാറിയാൽ ഇതിനുള്ള പരിഹാരം, പെർമനന്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഇനി കൺസ്ട്രക്ഷൻ ഒന്നും പറ്റൂല. ഒരുവിധ അത്തരം ആക്ടിവിറ്റീസും ഇവിടെ അനുവദിക്കൂല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പിന്നെ എങ്ങനെ സേഫാക്കാം എന്നുള്ളത് അവർ എക്സ്പെർട്ട് കമ്മിറ്റി, കളക്ടർ അതാ പറയുന്നത്, എക്സ്പെർട്ട് കമ്മിറ്റി നോക്കിയിട്ട് പറയാനാണ്. ഈ അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പ് ഈ മണ്ണിടിച്ചിലിന് കാരണമായി എന്നൊക്കെ പരാതികളുണ്ട്. അതിൽ ഇപ്പൊ പറഞ്ഞ വാക്ക് തന്നെ അതുണ്ട്. അനധികൃതം ആണ് മണ്ണെടുപ്പ്, അല്ല പാറ പൊട്ടിക്കല്. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറെ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ. 2019 ഇവിടെ മണ്ണിടിഞ്ഞ സ്ഥലമാണ്. വീണ്ടും ഇവിടെ ജിയോളജിസ്റ്റ് അടക്കം പരിശോധിച്ച് പാറ പൊട്ടിക്കാൻ അടക്കം എങ്ങനെ പെർമിറ്റ് നൽകിയെന്ന് ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. അതാണ് എക്സ്പ്ലോസീവിന് അവർക്ക് പെർമിറ്റ്. ഞങ്ങൾ ഇവിടെ പൊട്ട് കേട്ടപ്പോഴാണ് അവിടെ മറച്ചത് കണ്ടില്ലേ, അതിനകത്ത് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. അതാണ് സംഭവം. പെർമിഷൻ കൊടുത്തു എന്നാണ് അവര്. നമ്മളൊക്കെ നേരത്തെ പോലീസിനോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഈ നേരത്തെ പൊട്ടിക്കാനാ അല്ല, നേരത്തെ മണ്ണെടുത്ത സമയത്തൊക്കെ ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട രണ്ടും കൂടി കൂട്ടി വെക്കല്ലേ. മണ്ണെടുത്ത് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മണ്ണെടുത്ത് അവിടെ ആയുർവേദ ആസ്പത്രിയോ പിന്നെ ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിന്റെ ആസ്പത്രി, അതേപോലെ വേറെ എന്തൊക്കെ അവർക്കേ അറിയുള്ളൂ. എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിറ്റേ അവർക്കുള്ളൂ, പൊട്ടിക്കാനുള്ള പെർമിറ്റ് അവർക്കില്ല. ഇതാണ് ക്ലബ്ഡ് ക്വസ്റ്റ്യൻ. ക്ലബ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
മണ്ണെടുപ്പും പാറ പൊട്ടിക്കലൂടെ ചേർത്ത് വെച്ച് ചോദിക്കുകയാണ്. അപ്പം അതിൽ ഇദ്ദേഹത്തിന് അത് വശമുള്ളത് കൊണ്ടാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റോറി. അപ്പം ഞാൻ ഈ വാർത്ത ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ അയച്ചു തരികയും അത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കേട്ടപ്പോൾ ഈ മലബാറിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമോ എന്ത് നടന്നാലും അത് ചിലർക്കായി അങ്ങ് പതിച്ചു കൊടുക്കുന്ന പോലത്തെ ഒരു സമീപനം, അത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉണ്ടാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വളരെ കാര്യക്ഷമതയോടെ ഡിസിഷൻ എടുക്കേണ്ടവർ പോലും ഒരു കരുതിയും ഭയപ്പാടോടെയും വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഒരു 10% റിസ്ക് എടുക്കേണ്ട കാര്യം പോലും ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്നൊരു വളരെ അപകടകരമായ സ്ഥിതി ഇക്കാര്യത്തിലുണ്ട്.